Hello dear students, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. നമ്മൾ കഴിഞ്ഞ കുറച്ച് ലെക്ചേഴ്സായിട്ട് IIT-JAM 2023 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യായിരുന്നു. ഇത് 8th ലെക്ചറാണ് ആ സീരീസിലെ. അപ്പോൾ ഈ ലെക്ചറിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പ്രൊജക്ടൈലിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ വായിക്കുക. പ്രൊജക്ടൈൽ ഓഫ് മാസ് m is moving in the vertical xy plane with the origin on the ground and y-axis pointing vertically up. Taking the gravitational potential energy to be 0 on the ground, the total energy of the particle written in planar polar coordinates or plane polar coordinates r theta is. So we have to find the total energy. We have to find the total energy. The total energy of the particle written in plane polar coordinates r theta form. Okay, total energy of the particle written in plane polar coordinates form. Okay, so we will try to do the question. Okay, see here നോക്കൂ, നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ? ഞാൻ ആ കോർഡിനേറ്റ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഒരു പ്രൊജക്ടൈലിൻ്റെ മോഷൻ കാണിക്കാൻ വേണ്ടി. പ്രൊജക്ടൈലിൻ്റെ മോഷൻ കാണിക്കാൻ വേണ്ടിയാണ്. പ്രൊജക്ടൈലിൻ്റെ പാത്ത് തന്നിരിക്കും. പ്രൊജക്ടൈലിൻ്റെ പാത്ത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ പ്രൊജക്ടൈൽ ഇവിടെയാണെന്ന് വെച്ചോളൂ. എം ഈസ് ദ മാസ് ഓഫ് ദ പ്രൊജക്ടൈൽ. ആ പ്രൊജക്ടൈലിന് നമുക്കറിയാം ഇത് വൈ ആക്സും ഇത് എക്സ് ആക്സും ആണ്. ആ പ്രൊജക്ടൈലിൻ്റെ കേസിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. പ്രൊജക്ടൈലിൻ്റെ എക്സ് കോർഡിനേറ്റ് കറക്റ്റ് അല്ലേ? അതേപോലെ പ്രൊജക്ടൈലിൻ്റെ വൈ കോർഡിനേറ്റ്. നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് വരുമ്പോൾ ഇതാണ് പൊസിഷൻ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ ഇതാണ്. സ്ട്രേറ്റ് ലൈൻ ആണത്. ദ ആർ കറസ്പോണ്ടിങ് ടു ദ പാർട്ടിക്കിൾ, ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആർ ഇതാണ്. ഇതാണ് തീറ്റ അല്ലേ? അപ്പോൾ നമുക്കിവിടെ നോക്കൂ, പ്രൊജക്ടൈലിൻ്റെ ടോട്ടൽ എനർജി ഓഫ് ദ പ്രൊജക്ടൈൽ എഴുതുമ്പോൾ അവിടെ കൈനറ്റിക് എനർജിയുടെ പാർട്ടുണ്ട്, പിന്നെ എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജിയുടെ പാർട്ടും ഉണ്ട് അല്ലേ? കൈനറ്റിക് എനർജിയുടെ പാർട്ട് നമ്മൾ എങ്ങനെ എഴുതുക? ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. പൊട്ടൻഷ്യൽ എനർജിയുടെ പാർട്ട് എങ്ങനെ എഴുതും? mgh എന്നാണ് സാധാരണ എഴുതുക. ഗ്രൗണ്ട് റെഫറൻസ് ആണെങ്കിൽ ഇതാണ് റെഫറൻസ് എങ്കിൽ അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഹൈറ്റ്, ഇവിടെ ഹൈറ്റിന് പകരം y ആണ് വരുന്നത്. ശരിയല്ലേ? ഇത് y കോർഡിനേറ്റ് അല്ലേ? ഇതല്ലേ y കോർഡിനേറ്റ്? y കോർഡിനേറ്റ് ആണ് ഇവിടെ ഹൈറ്റ് ഉണ്ട്. സോ ദിസ് ഈസ് mgy ആണ് വരിക. ഓക്കെ, അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് mgy ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എക്സ് എത്രയാണോ വൈ എത്രയാണ് ഇതിനൊക്കെ കംപ്ലീറ്റ്ലി പോളാർ കോർഡിനേറ്റ്സിൽ കൺവേർട്ട് ചെയ്യും. നോക്കൂ, നമുക്കറിയാം ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാ എക്സ് എത്രയാണ് വരിക? നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഞാൻ ബേസിക് ലെവലിലോട്ട് പറയാം. കോസ് തീറ്റ കണ്ടുപിടിക്കുകയാണ് എന്ത് കിട്ടും? കോസ് തീറ്റ ഈ ട്രയാങ്കിളിൽ നിന്ന് ഒ എ ബി എന്ന് എടുക്കും. ഒ എ ബി എന്നുള്ള ട്രയാങ്കിളിൽ കോസ് തീറ്റ കണ്ടുപിടിക്കുകയാണെങ്കിൽ കോസ് തീറ്റ എന്നുള്ളത് അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്. ഈ നീളം ഇവിടം വരെയുള്ള നീളം എക്സ് ആണ്. എക്സ് ബൈ ആറാണ് കിട്ടുക. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു എന്താ കിട്ടുക? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. ഓക്കെ, ഇപ്പോൾ എക്സ് വാല്യൂ കിട്ടി. ഇനി ഇതേപോലെ നോക്കൂ, ഈ ട്രയാങ്കിൾ നിങ്ങൾ സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ആണ് വരിക. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വൈ ആണ് അല്ലേ? ഈ ഹൈറ്റ് വൈ ആണ് അല്ലേ? ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് വൈ അല്ലേ? വൈ ഡിവൈഡ് ബൈ ഹൈപ്പോട്യൂസ് എത്ര? ആറല്ലേ? അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് പോളാർ കോർഡിനേറ്റ്സിലേക്ക് കാർട്ടീഷ്യൻ പോളാർ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഇതാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താണ്? ആർ കോസ് തീറ്റയും വൈ ഈസ് ഈക്വൽ ടു എന്താണ്? ആർ സൈൻ തീറ്റയും. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വി സ്ക്വയർ അല്ലേ? വൈനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, വൈ ആർ സൈൻ തീറ്റ ആണല്ലോ. വി സ്ക്വയറിനൊന്ന് കൺവേർട്ട്. എന്താ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ? വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി എക്സ് സ്ക്വയർ പ്ലസ്
വി വൈ സ്ക്വയർ ആണ് അല്ലേ. 2 ഡയമെൻഷനിലാണത്. പ്രൊജക്റ്റൈൽ മോഷൻ 2 ഡയമെൻഷനിലാണ് നമുക്കറിയാം. വി എക്സ് എന്ന് പറയുമ്പോൾ നോക്കൂ, വി എക്സ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ എക്സ് ഡോട്ട് എന്ന് എഴുതാൻ പറ്റും അല്ലേ. പൊസിഷൻ്റെ എക്സ് അല്ലേ, എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. പൊസിഷൻ്റെ ഡെറിവേറ്റീവാണ് വെലോസിറ്റി. ഇവിടെ എക്സ് കമ്പൗണ്ട് ഡെറിവേറ്റീവാണത്, അതിൻ്റെ സ്ക്വയറാണ്. ഈ വി വൈയെ നമുക്ക് വൈ ഡോട്ട് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. വി എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, ഇത് പാർട്ടിക്കിളിൻ്റെ ഡി എക്സ് ബൈ ഡി ടി ആണ്, എക്സ് പൊസിഷൻ ഡെറിവേറ്റീവാണ് വി എക്സ്. ഇതിനെയാണ് നമ്മൾ എക്സ് ഡോട്ട് എന്ന് ചുരുക്കി എഴുതുന്നത് അല്ലേ. വി വൈ എന്ന് പറയുമ്പോൾ എന്താ, ഡി വൈ ബൈ ഡി ടി ആണ്. അതിനെ നമ്മൾ ചുരുക്കത്തിൽ എന്താ എഴുതുക, വൈ ഡോട്ട് എന്ന് എഴുതുകയാണ്. ഓക്കെ, സോ എക്സ് ഡോട്ട് സ്ക്വയർ. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് ഡോട്ട് കണ്ടുപിടിക്കുക. ഇതാണ് എക്സ് അല്ലേ. അപ്പോൾ എക്സ് ഡോട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് ഡോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കൂ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂളാണ് അല്ലേ. ആറും കോസ് തീറ്റ രണ്ട് വേരിയബിളാണ്. 6 ഇൻറ്റു കോസ് തീറ്റ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ തീറ്റ. അത്ര എഴുതിയാൽ പോരാ. വിത്ത് റെസ്പെക്ട് ടു ഈ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, തീറ്റ അല്ല. അപ്പോൾ ഈ തീറ്റ എഴുതുന്നിടത്ത് നമ്മൾ ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതണം, അല്ലെങ്കിൽ തീറ്റ ഡോട്ട് എന്നും കൂടി എഴുതണം. അപ്പോൾ അതാണ് 6 ഇൻറ്റു കോസ് തീറ്റയ്ക്ക് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു തീറ്റ ഡോട്ട് എന്ന് എഴുതിയാൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. പ്ലസ് അല്ലേ, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു ആറിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആർ ഡോട്ട് അല്ലേ, ഡി ആർ ബൈ ടി, അങ്ങനെ എഴുതിയാൽ മതി. ഇനി ഇതേപോലെ നമ്മൾ അപ്പോൾ എക്സ് ഡോട്ട് കിട്ടി നമുക്ക്. ഇനി വൈ ഡോട്ട് ഒന്ന് കണ്ടുപിടിക്കാം. വൈ ഡോട്ട് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കൂ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 6 ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ ഇൻറ്റു തീറ്റ ഡോട്ട് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ആറിൻ്റെ ഡെറിവേറ്റീവ് ആർ ഡോട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഞാനിവിടെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. പക്ഷേ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, IIT-JAM പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വി സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. വി സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കുകയാണ്. ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യണം, ഫോമുല ബുക്കിൽ എഴുതണം. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാലാണ് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും ആ സമയത്ത് ചെയ്യാനുള്ള, എക്സാമിന് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫോമുലകളെല്ലാം ഫോമുല ബുക്കിൽ എഴുതണം, ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, വി സ്ക്വയർ കണ്ടുപിടിക്കണം. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ഡോട്ട് സ്ക്വയറും വൈ ഡോട്ട് സ്ക്വയറും ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ വി സ്ക്വയർ എന്നുള്ളത് എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് ഡോട്ട് എന്ന് പറയുമ്പോൾ ആർ മൈനസ് ഞാൻ ആദ്യം എഴുതുന്നുണ്ട്, സൈൻ തീറ്റ തീറ്റ ഡോട്ട് പ്ലസ് കോസ് തീറ്റ ആർ ഡോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് എന്ന് പറയുമ്പോൾ ആർ കോസ് തീറ്റ തീറ്റ ഡോട്ട് പ്ലസ് സൈൻ തീറ്റ ആർ ഡോട്ട് ദ ഹോൾ സ്ക്വയർ. കറക്റ്റ് അല്ലേ. നോക്കൂ, ഇവിടെ ഹോൾ സ്ക്വയർ കാണുമ്പോൾ വരുന്ന ടേമുകൾ നോക്കൂ. ഈ ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ, അപ്പോൾ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ തീറ്റ ഡോട്ട് സ്ക്വയർ. അതുപോലെ സെക്കൻഡ് ടേമിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഞാൻ എഴുതാണ്, കോസ് സ്ക്വയർ തീറ്റ ആർ ഡോട്ട് സ്ക്വയർ. ഇനി 2ab എന്നുള്ള ടേം എഴുതാണ്, 2 ഇൻറ്റു, അപ്പോൾ മൈനസ് വരും അല്ലേ, കാരണം ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 2 ഇൻറ്റു ഇത് ആർ ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട്, 2ab എന്നുള്ള ടേമാണ്, തീറ്റ ഡോട്ട് ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്, ആർ ഡോട്ട് ഉണ്ട്. പ്ലസ് ഇതേപോലെ നമ്മൾ ഈ സെക്കൻഡ് ടേമിൻ്റെ ഹോൾ സ്ക്വയർ കാണണം. അവിടെ കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെയാണ് വരിക, ആർ കോസ് തീറ്റ ആർ കോസ് സ്ക്വയർ, എ സ്ക്വയർ ടേം എഴുതുന്നത്, എ സ്ക്വയർ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആർ ഡോട്ട് സ്ക്വയർ. എ സ്ക്വയർ എഴുതി ബി സ്ക്വയർ എഴുതി പ്ലസ് 2ab എന്നുള്ള ടേം എഴുതിക്കോട്ടെ, 2 ആർ കോസ് തീറ്റ തീറ്റ ഡോട്ട് സൈൻ തീറ്റ ആർ ഡോട്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ടേംസും നമ്മൾ എഴുതി. ഇനി ഒന്ന് നോക്കൂ, ഇതാ ഈ ടേമും ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ, അതിന് മുമ്പ് ഒരു കാര്യം, ഈ ടേം ഒന്ന് സൂക്ഷിച്ച് നോക്കൂ. ഈ ടേമും രണ്ട് ഈക്വലാണ്, ഒരെണ്ണത്തിൽ മൈനസ് ഉണ്ട്, മറ്റേത് പ്ലസ് ആണ്. അപ്പോൾ ഈ ടേംസ് ക്യാൻസലായി പോകും. ഇനിയുള്ള ടേംസിൽ ഇതാ ഇതും ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിൽ ആർ സ്ക്വയർ കോമൺ ആണ്, തീറ്റ ഡോട്ട് സ്ക്വയറും കോമൺ ആണ്. ബാക്കിയുള്ളത് ഇതിൽ സൈൻ സ്ക്വയർ തീറ്റയും അടുത്ത ടേമിലുള്ളത് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഈ വാല്യൂ എത്രയാണ്, 1 ആണ് അല്ലേ, പ്ലസ്. ഇനി ഈ രണ്ട് ടേംസ് നോക്കൂ, ഈ ടേമും നോക്കൂ. അതിൽ രണ്ടിലും ആർ ഡോട്ട് സ്ക്വയർ കോമൺ ആണ്. പിന്നെ ഒരു ടേമിലുള്ളത് കോസ് സ്ക്വയർ തീറ്റയാണ്, മറ്റേ ടേമിലുള്ളത് ഏതാ, സൈൻ സ്ക്വയർ തീറ്റയാണ്.
ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഫൈനലി നമുക്ക് വി സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടുന്നത് എന്താണ്? ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയറും ഉണ്ട്, പിന്നെ ആർ ഡോട്ട് സ്ക്വയറും ഉണ്ട്. ഓക്കെ, പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ എഴുതാം: വി സ്ക്വയർ ഈക്വൽ ടു ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ആർ ഡോട്ട് സ്ക്വയർ ആണ് നമ്മൾ ആദ്യം എഴുതാറ്. നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ വേണ്ടി അങ്ങനെ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഈ വാല്യൂ നമ്മൾ പഠിച്ചിട്ട് അത് നേരിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. ടോട്ടൽ എനർജി കാണുമ്പോൾ വി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും പോളാർ കോർഡിനേറ്റ്സും റിലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, പിന്നെ അങ്ങനെ എക്സ് ഡോട്ട് കണ്ടുപിടിച്ചു, വൈ ഡോട്ട് കണ്ടുപിടിച്ചു, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് വി സ്ക്വയർ കിട്ടി. അപ്പോൾ ഇവിടെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഹാഫ് എം ഇൻറ്റു വി സ്ക്വയറിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ വാല്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് എം ജി ഇൻറ്റു വൈ. വൈക്ക് വരാം. വൈ എന്തായിരുന്നു? വൈ എന്നുള്ളത് ആർ സൈൻ തീറ്റയാണ് അല്ലേ? വൈ ആർ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇതാണ് ഫൈനലി നിങ്ങളുടെ ആൻസർ അല്ലേ? ഇനി നോക്കൂ, ഏതാണ് ആൻസർ നോക്കൂ. ഹാഫ് എമ്മിന് പകരം അവിടെ m/2 എന്നാണ്, കുഴപ്പമില്ല, രണ്ട് സെയിം തന്നെ. m/2 ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് എം ജി ആർ സൈൻ തീറ്റ. സി അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സി അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പ്ലസ് എം ജി ആർ. മറ്റേ ചിലതിൽ കോസ് തീറ്റയാണ് വരുന്നത് അല്ലേ? പ്ലസ് മൈനസ് ഒക്കെ കോസ് തീറ്റ വരുന്നുണ്ട്. ഇവിടെ സൈൻ തീറ്റയാണ് വരിക. ഹൈറ്റ് വരുമ്പോൾ അല്ലേ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ വൈ ആർ സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഈ പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ പ്രൊജക്റ്റൈലിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു അല്ലേ? ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. MSc ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഹാമിൽട്ടോണിയൻ പഠിക്കും. അവിടെ ഈ ടോട്ടൽ എനർജി നമ്മൾ അവിടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയാം. ഹാമിൽട്ടോണിയൻ ഓഫ് ദ പ്രൊജക്റ്റൈൽ എന്നാണ് പറയാം. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ അടുത്ത വീഡിയോയിലും നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനായിട്ട് വരാം. താങ്ക് യു.